നമസ്കാരം, ടെക്കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു സിംഗിൾ ഫേസ് വീട്ടിൽ ഇൻവെർട്ടർ കണക്ഷനും നോർമൽ സപ്ലൈക്കും എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുകയും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി പറയുകയുണ്ടായിരുന്നു. അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളത് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യണമെന്ന്. അത്തരത്തിൽ എല്ലാവരും തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കമൻറ്റുകൾ മാന്യമായി തന്നെ രേഖപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ ആ ഒരു സർക്യൂട്ടിൻ്റെ ഗുണങ്ങളും പോരായ്മകളും അതുപോലെ നമ്മൾ ആ സർക്യൂട്ടിൽ ചെയ്യേണ്ട മാറ്റങ്ങളും എല്ലാത്തിനെയും പറ്റിയും വളരെ വിശദമായി തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്തു. ആ ഒരു കമൻറ്റുകളിൽ തന്നെ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, അത്തരത്തിൽ ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് വിപരീതമായി നമ്മളൊരു വീട് പണിയുമ്പോൾ തന്നെ വലിയ ചിലവില്ലാതെ 2 RCCBകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി കൊടുക്കുന്ന രീതിയിൽ ഒരു ഡയഗ്രം കൂടെ ഡിസൈൻ ചെയ്യാമോ, അതിനെപ്പറ്റി വിശദീകരിക്കാമോ എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലൊരു സർക്യൂട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കാനും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും പോകുന്നത്. ഇതൊരു 12 SPN DB ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇൻവെർട്ടർ കണക്ഷനും നോർമൽ കണക്ഷനും എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ആ ഒരു സർക്യൂട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഈ ഒരു സർക്യൂട്ടിൽ നിങ്ങൾക്ക് കാണാം, ഒരു 12 SPN DB ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2 RCCBകളാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. 2 RCCBകളും പിന്നെ ഒരു 2 പോൾ MCBയും പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന MCBകളും എല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ഒരു സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് വിശദീകരിക്കുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഇതിൻ്റെ ഇൻകമിംഗ് സപ്ലൈ വരുന്നതാണ്. ഇതിൻ്റെ ഇൻകമിംഗ് സപ്ലൈ KSEBയിൽ നിന്നുള്ള ഫേസും ന്യൂട്രലും വരുന്നു. അതൊരു 2 പോൾ MCBയിലേക്ക് കയറുന്നു. ആ 2 പോൾ MCBയുടെ ഔട്ട് വരുന്നത് ഒരു RCCBയിലേക്കാണ്, 2 പോൾ RCCBയിലേക്കാണ്. ഈ 2 പോൾ RCCB നമ്മുടെ നോർമൽ സപ്ലൈക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡിവൈസാണ്. അതായത് നോർമൽ സപ്ലൈക്ക് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു 2 പോൾ RCCB ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ 2 പോൾ RCCBയുടെ ഔട്ട്പുട്ട് വരുന്നത് നോർമൽ സപ്ലൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MCBകളിലേക്കാണ്. അപ്പോൾ ഈ 4 MCBകളാണ് നോർമൽ സപ്ലൈക്ക് ആവശ്യമായിട്ടുള്ള MCBകളായി നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു 2 പോൾ RCCBയിൽ നിന്നും ന്യൂട്രൽ ലിങ്കിലേക്ക്, മെയിൻ ആയിട്ടുള്ള ന്യൂട്രൽ ലിങ്കിലേക്കും നമ്മളൊരു കണക്ഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു 2 പോൾ MCBയും 2 പോൾ RCCBയും പിന്നെ ഈ 4 MCBയും ഈ ഒരു ന്യൂട്രൽ ലിങ്കും നോർമൽ സപ്ലൈക്ക് ആവശ്യമായ രീതിയിലാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഏരിയ എന്ന് പറയുന്നത് നോർമൽ സപ്ലൈക്ക് ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി അതിനുശേഷം ഈ നോർമൽ സപ്ലൈ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന ഇൻവെർട്ടർ സപ്ലൈ ആണ്. അപ്പോൾ ഇൻവെർട്ടർ സപ്ലൈ ഒരു സാധാരണ ചെറിയ വീട്ടിൽ കുറച്ച് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അതായത് കുറച്ച് ലോഡ് മാത്രമേ ഒരു ഇൻവെർട്ടർ സപ്ലൈക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനേക്കാളും ഉയർന്ന ലോഡിലുള്ള ഇൻവെർട്ടറുകൾ വരുമ്പോഴത്തേക്കിന് ഇത്തരത്തിലുള്ള സർക്യൂട്ടിൻ്റെ അത് ചെറിയ മാറ്റം വരുത്തുകയും അല്ലെങ്കിൽ മറ്റൊരു DB സ്ഥാപിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ഒരു ഇൻവെർട്ടറിൻ്റെ ലോഡ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ 2 MCB മാത്രമാണ് നമ്മൾ ഇൻവെർട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട്, അതായത് ലൈറ്റ് ലോഡിനായിരിക്കും അല്ലെങ്കിൽ 1-2 നമ്മുടെ മൊബൈൽ ചാർജർ പോലുള്ള സോക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ ഈ ചെറിയ ലോഡുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 12 DBകൾ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതൊരു ചെറിയ വീടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്ഥാപനമോ മറ്റോ ആയിരിക്കും. അല്പം കൂടെ വലിയ ഉയർന്ന ലോഡുകളും ഒരുപാട് സർക്യൂട്ടുകളും ഒരുപാട് ലൈറ്റും ഒരുപാട് സോക്കറ്റുകളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ DBയുടെ സൈസ് തന്നെ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് MCBയിലും ഇതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും റേറ്റിങ്ങിലും മാറ്റങ്ങളും ഒക്കെ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ഈ 2 പോൾ RCCB വെച്ചിരിക്കുന്നത് നമ്മൾ ഇൻവെർട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു 2 പോൾ RCCBയും ഈ 2 MCBയും ഇൻവെർട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. ഇനിയും ഇൻവെർട്ടറിൻ്റെ കണക്ഷനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടം വരെ ഉള്ളത് നോർമൽ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ നോർമൽ സപ്ലൈയിൽ നിന്ന് ഒരു MCBയിൽ നിന്നും നമ്മൾ ഒരു ഫേസ് എടുക്കുന്നു. ആ ഒരു ഫേസ് എടുക്കുന്നത് നമ്മുടെ ഇൻവെർട്ടർ ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രത്തിലൂടെ മനസ്സിലാകും. അതായത് ഈ ഒരു MCB നോർമൽ സപ്ലൈയുടെ ഔട്ടായിട്ട് വരുന്ന ഒരു MCBയിൽ നിന്ന് വരുന്ന സപ്ലൈ നേരെ വന്ന് ഇൻവെർട്ടറിൻ്റെ ചാർജിങ് കണക്ഷനായിട്ടാണ് പോകുന്നത്. അതായത് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് സപ്ലൈ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് സപ്ലൈ നമുക്കൊരു സ്വിച്ചും സോക്കറ്റും വെച്ചുള്ള അറേഞ്ച്മെൻറ്റിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഇത്തരത്തിലൊരു MCBയിൽ നിന്ന് എടുത്ത് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ MCBയിൽ നിന്ന് എടുത്ത് ഇൻവെർട്ടറിൻ്റെ ചാർജിങ് സപ്ലൈ ആയിട്ട് കൊടുത്തു. അതിനുശേഷം
ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വരുന്ന സപ്ലൈ അത് നമ്മൾ ന്യൂട്രലും ഫേസും ഇവിടെ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം പറഞ്ഞത് ഫേസ് മാത്രമായിരുന്നു നമ്മൾ ഇൻവേർട്ടറിൻ്റെ ഔട്ടായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അതിന് പ്രധാന കാരണം നമ്മുടെ ആ വീട്ടിൽ കോമൺ ആയിട്ട് ന്യൂട്രൽ എന്ന് പറയുന്നത് കോമൺ ആയിരുന്നു. അതായത് കോമൺ ആയിട്ടുള്ള ന്യൂട്രലായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത്. ഒറ്റ ന്യൂട്രൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഇൻവെർട്ടർ കണക്ഷനും നോർമൽ കണക്ഷനും എല്ലാം ഒറ്റ ന്യൂട്രലായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു ഫേസ് മാത്രം അവിടെ നിന്ന് എടുത്തത് ന്യൂട്രൽ എടുക്കാഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ന്യൂട്രൽ കൊടുക്കുന്നുണ്ട്. കാരണം 2 RCCB വെക്കുന്നു എന്നതിനർത്ഥം നമ്മൾ 2 ന്യൂട്രലും 2 ഫേസും ഇവിടുന്ന് സെപ്പറേറ്റ് വയർ ചെയ്യണം എന്നാണ്. ഇല്ലെങ്കിൽ RCCB നിൽക്കില്ല, അത് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇൻവെർട്ടറിൽ നിന്ന് ഫേസും ന്യൂട്രലും എടുക്കുന്നു. നമ്മൾ ഇൻവെർട്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു RCCBയുടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തതിന് ശേഷം അത് നമ്മൾ 2 MCBകളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു DBക്കകം വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ, അതായത് ഈ നോർമൽ സപ്ലൈയുമായിട്ട് ഇൻവെർട്ടറിൻ്റെ യാതൊരു വിധത്തിലുള്ള ബന്ധവും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ വയർ ചെയ്ത് കഴിയുമ്പോൾ ഇൻവെർട്ടറിനും നമുക്ക് സപ്ലൈ പോകുമ്പോൾ എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ കിട്ടും, നോർമൽ സപ്ലൈക്കും എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നീട് മറ്റൊരു സംശയം നമുക്ക് വരാവുന്നത്, നമ്മൾ ഇപ്പോൾ ഈ ഒരു RCCBയുടെ ഔട്ട്പുട്ട്, അതായത് RCCBയുടെ ഔട്ട് വരുന്ന ഒരു MCBയിൽ നിന്നാണ് ഇൻവെർട്ടറിന് ചാർജിങ്ങിനായിട്ടുള്ള പോയിൻ്റ് എടുത്തിരിക്കുന്നത്. അത് അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നോർമൽ സപ്ലൈക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ നോർമൽ സപ്ലൈയുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ഈ RCCB ട്രിപ്പ് ആവുമ്പോൾ ഇൻവെർട്ടർ ചാർജ് ആകില്ലല്ലോ എന്നാണ്. സോ അതിൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് അങ്ങനെ നമ്മൾ വയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചാർജിങ് സപ്ലൈ നമുക്ക് ഈ MCBയുടെ ഔട്ടായിട്ട്, അതായത് RCCBയുടെ ഇന്നിൽ നിന്ന് നമുക്ക് എടുക്കാം. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം, ആ ഇൻവേർട്ടറിന് നമുക്കൊരു എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഇൻവേർട്ടറും കൂടെ എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ കിട്ടാവുന്ന രീതിയിൽ ഒരു MCBയിൽ നിന്നും ഔട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവേർട്ടറിനും നമുക്ക് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ ഇൻവേർട്ടറിൻ്റെ ലോഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങൾക്കും നമ്മൾ സെപ്പറേറ്റ് ഒരു RCCB വെച്ചേക്കുന്നതുകൊണ്ടുള്ള എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു DBക്കകം നമ്മൾ വയർ ചെയ്തിരിക്കുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു RCCB നമ്മൾ നോർമൽ സപ്ലൈക്കും പ്ലസ് ഇൻവേർട്ടറിന്, അതായത് നമ്മൾ ഇൻവേർട്ടർ എന്ന ഡിവൈസിനും എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഈ ഒരു RCCB നമ്മൾ ഇൻവേർട്ടറിൻ്റെ ലോഡുകൾക്ക് വേണ്ട എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷനും കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് DBക്കകത്ത് ചെയ്യുന്നത്. ഇനി ഇത് നമ്മളൊരു സ്വിച്ച് ബോർഡിൻ്റെ അത് അങ്ങനെ ചെയ്യാം എന്നതിനെപ്പറ്റി നോക്കാം. കാരണം ഇത്തരത്തിൽ നമ്മൾ 2 ന്യൂട്രൽ വലിക്കുമ്പോൾ കോമൺ ആയിട്ട് സത്യത്തിൽ 2 ബോക്സുകൾ വെക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പൈപ്പുകൾ സെപ്പറേറ്റ് അടിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ഇൻഡസ്ട്രിയലും അല്ലെങ്കിൽ ഒരുപാട് ലോഡുകളും വരുന്ന വലിയ വലിയ വയറിങ്ങുകളിലൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു വീടല്ല, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കൺസൾട്ടൻസി ടീമൊക്കെ ഉള്ള ഒരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കുറച്ച് ഡിമാൻഡുകൾ ഉണ്ടാവും. ഇൻവെർട്ടർ കണക്ഷൻ അല്ലെങ്കിൽ UPS കണക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൈപ്പ് അടിക്കണം, സെപ്പറേറ്റ് നമ്മൾ സ്വിച്ച് ബോക്സുകൾ വെക്കണം, അങ്ങനെ ഒരുപാടുണ്ട്. അതായത് നോർമൽ സപ്ലൈയും ഇൻവെർട്ടർ സപ്ലൈയുമായിട്ട് ഒരിക്കലും ഒരു പൈപ്പിൻ്റെ അകത്തോടെ അല്ലെങ്കിൽ ഒരിക്കലും ബന്ധപ്പെടാവുന്ന രീതിയിൽ അതിന് സെപ്പറേറ്റ് എർത്ത് വരെ വലിക്കണം. ആ ഒരു രീതിയിൽ പല കൺസൾട്ടൻസികളും നിർബന്ധം പിടിക്കുന്നുണ്ട്. അതൊക്കെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഒരു ചെറിയ വീട്, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടണം, അല്പം കോസ്റ്റ് കൂടും എന്നും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു സപ്ലൈ നമ്മളൊരു സ്വിച്ച് ബോർഡിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് അത്തരത്തിൽ ആ ഒരു ഇൻവെർട്ടറിൻ്റെയും നോർമൽ സപ്ലൈയും വരുന്ന ഒരു സ്വിച്ച് ബോർഡിൻ്റെ അകം നമ്മൾ വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ സ്വിച്ചുകളാണ്. അതായത് ഇതൊരു സ്വിച്ചാണ്, 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 ഇതൊരു സ്വിച്ചാണ്. ഇതെല്ലാം 1 വേ സ്വിച്ചുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്വിച്ചും ഈ ഒരു റെഗുലേറ്റർ, ഇതൊരു ഫാൻ്റെ കണക്ഷനായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സോക്കറ്റും ഈ ഒരു സ്വിച്ചും ഇതിൻ്റേതായ, അതായത് ഈ ഒരു സ്വിച്ച് കൺട്രോൾ ചെയ്ത് ഈ ഒരു സോക്കറ്റിന് സപ്ലൈ കിട്ടുന്ന രീതിയിലേക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം 2 ലൈനുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് മഞ്ഞ ലൈനും ഒന്ന് ചുമന്ന ലൈനും. അപ്പോൾ ഇത് രണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോർമൽ സപ്ലൈയും ഇൻവെർട്ടർ സപ്ലൈയുമാണ്. ഈ മഞ്ഞ ലൈൻ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻവെർട്ടർ സപ്ലൈയാണ്. അപ്പോൾ ഇൻവെർട്ടർ സപ്ലൈ നമ്മൾ ഫാനിന്, അതായത് നമ്മൾ സപ്ലൈ പോയാലും ഫാനിൻ്റേതായൊരു
ഫാൻ ഓഫ് ആകരുത് അല്ലെങ്കിൽ മെയിൻ സപ്ലൈ പോയാലും ഫാൻ ഓഫ് ആകരുത് എന്നുള്ള രീതിക്ക് കൊണ്ടതാണ് നമ്മൾ ഫാനിന് നമ്മൾ ഇൻവെർട്ടർ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്നാൽ സോക്കറ്റ് അത്തരത്തിലുള്ള സോക്കറ്റുകൾക്കൊക്കെ നമുക്ക് സപ്ലൈ പോയാലും മറ്റ് ചില സോക്കറ്റുകൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇൻവെർട്ടറിൻ്റെ അതും വർക്ക് ചെയ്യണം. അപ്പോൾ ആ രീതിക്ക് നമുക്ക് വയർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ വയർ ചെയ്തിരിക്കുന്നത് സോക്കറ്റും അതുപോലെയുള്ള 3 ലൈറ്റുകൾ, ഈ 3 സ്വിച്ചുകൾ 3 ലൈറ്റുകളെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. 3 ലൈറ്റുകളെയോ മറ്റെന്തെങ്കിലും ഒരു ലോഡിനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് അതായത് ഈ ഒരു താഴത്തെ പോർഷൻ, ഈ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് നോർമൽ സപ്ലൈയിലാണ് നമ്മൾ വയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഫാനും ബാക്കിയുള്ള 3 ലൈറ്റുകളും നമ്മൾ ഇൻവെർട്ടർ സപ്ലൈയിലാണ് വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾക്ക് ഒരിക്കലും ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ഇത് ഒരു സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വയർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഈ നോർമൽ സപ്ലൈയും ഇൻവെർട്ടർ സപ്ലൈയും തമ്മിൽ തിരിച്ചറിയാവുന്ന രീതിയിലേക്ക് വേണം വയർ ചെയ്യാൻ. കൃത്യമായിട്ടുള്ള മാർക്കിങ്ങോ ഫിറൂളിങ്ങോ അല്ലെങ്കിൽ കളർ കോഡോ പാലിച്ചുകൊണ്ട് വേണം ഇങ്ങനെ വയർ ചെയ്യാൻ. അപ്പം നമുക്കൊരിക്കലും തെറ്റില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രലുകളും, ഇപ്പോൾ ഈ ഫാനിൻ്റെ ന്യൂട്രൽ കൊണ്ടുവന്ന് ഈ ഒരു നോർമൽ സപ്ലൈയുടെ ന്യൂട്രൽ കണക്ട് ചെയ്താൽ RCCB നിൽക്കില്ല, അത് ട്രിപ്പാകും. കാരണം സെപ്പറേറ്റ് ന്യൂട്രലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്രലുകളെല്ലാം കൃത്യമായി മാർക്ക് ചെയ്യുകയും വളരെ കൃത്യമായി തന്നെ അത് കണക്ട് ചെയ്തു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ ഈ ഒരു സർക്യൂട്ട് പൂർണ്ണമായ രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് ഇത്തരത്തിൽ വയർ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. കാരണം ഒരുപാട് സുരക്ഷാ കാരണങ്ങളൊക്കെ നമുക്ക് അതുകൊണ്ട് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്വിച്ച് ബോർഡിനകത്ത് വരുമ്പോഴുള്ളൊരു പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള വയറിങ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അകത്തുള്ള ഒരു വയറിങ് നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ വരില്ല എന്ന് നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മെയിൻ സപ്ലൈക്കകത്തുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ മാത്രമാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമുക്ക് പറ്റുന്നത് ഒന്നെങ്കിൽ കൃത്യമായിട്ട് ഫെറൂളിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കളർ കോഡ് പാലിക്കുക. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ നോർമൽ സപ്ലൈക്ക് ഒരു കളറും ഇൻവെർട്ടർ സപ്ലൈക്ക് ഒരു കളറുമായി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ തെറ്റില്ല. കാരണം കൃത്യമായിരിക്കും. പിന്നെ ന്യൂട്രൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ചെയ്ത കമൻറ്റുകൾ പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നും, അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നോ മാറ്റണമെന്നോ ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. താങ്ക് യു.